കാലം വരെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. നിന്റെ ഹൃദയത്തിൽ നിന്ന് നബി തങ്ങളോടുള്ള ഹുബ്ബും ഇഷ്ടവും മുഴുവനായിട്ടും അള്ളാഹു ഊരിയെടുക്കുന്ന ഒരു കാലത്തെ നീ പേടിക്കണം. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു പേടിയാണ് എന്റെ ഹൃദയത്തെ മഹബ്ബത്തില്ലാതെ വരണ്ടുണങ്ങിയ ഹൃദയമായി ഡ്രൈയായി എന്റെ ഹൃദയത്തെ എന്റെ റബ്ബ് മാറ്റിയെടുക്കുമോ എന്ന പേടി നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കൂല. എന്ന 5 രീതിയാൽ ചെല്ലിയാൽ കിട്ടുന്നതല്ല ശഫാഅത്ത്. അത് പുതിയ ലോകത്തെ ചില ലിബറൽ ആലോചനകളുടെ ഭാഗമായി നമ്മളിലേക്ക് കടന്നു വന്നതോ നമ്മൾ ഗ്രസിച്ചതോ ആയ ഒരു തെറ്റായ രീതിയാണ്. ഉള്ളു ശുദ്ധിയായിരിക്കണം. അതുകൊണ്ടാണ് ഹൗദുൽ കൗസറിന്റെ അടുത്ത് ചിലർ ആട്ടി ഓടിക്കപ്പെടുമ്പോ നബി തങ്ങൾ ചോദിക്കും, എത്ര റഹ്മത്തുണ്ട്, എന്തിനാ റബ്ബേ അവർ ആട്ടി ഓടിക്കണത്? നബിയെ, തങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. തങ്ങളുടെ കാലശേഷം തങ്ങളറിയാതെ എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവർ ചെയ്തു കൂട്ടിയത്. അപ്പൊ അവിടെ ഒരു സംശയം ഉണ്ടാവും, തങ്ങളറിയാതെ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയത് തങ്ങളറിയാതെ. ഉമ്മത്തിന്റെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന സ്വഹീഹായ ഹദീസിലില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ തങ്ങളറിയാതെ തമ്മാടികളുടെ അമലൊന്നും റൗദയിൽ കാണിച്ചു കൊടുക്കില്ല. എല്ലാ ദിവസവും അശ്ലീലവും വൃത്തികേടും കാണുന്ന ഒരു തെറ്റുകാരന്റെ തമ്മാടിയുടെ കാര്യമായിട്ട് ഈ വൃത്തികേടത്തിനാ റൗദയിൽ കാണിച്ചു കൊടുക്കുന്നത്. റൗദയിൽ ഉമ്മത്തിന്റെ അമല് കാണിച്ചു കൊടുക്കുന്നതിന്റെ അൾട്ടിമേറ്റ് ഗോൾ അവിടുത്തെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനാണ്. കൂട്ടുകാരെ, നമ്മുടെ അകം ശുദ്ധിയായിരിക്കണം. അതാണ് മഹബ്ബത്തിന്റെ കാമ്പും കാതലുമായ കാര്യം. അതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് മഹബ്ബത്തിന്റെ ലോകത്തേക്ക് നമ്മൾക്ക് മെല്ലെ 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 നടന്ന് ആ റൗദയിൽ എത്തിച്ചേർന്നാൽ അവിടെ എത്തുമ്പോഴേക്ക് മലക്കളോട് റൗദന്റെ ഉള്ളിൽ നിന്നൊരു വർത്തമാനം പറയുമെന്ന് കിതാബിൽ കാണാം. എൻ്റെ ഇഷ്ടക്കാരൻ വന്നിട്ടുണ്ട് മലക്കുകളെ, അവരുടെ എല്ലാ ദുആഇനും നിങ്ങൾ ആമീൻ പറയണം. 70,000 മലക്കുകൾ ആ മുഹിബിന്റെ ദുആഇന് ആമീൻ പറയുന്നു. അങ്ങനെ മദീന സ്വീകരിക്കുന്ന റൗദ സിയാറത്തിന് റബ്ബേ നീ തൗഫീഖ് നൽകണേ. ഇപ്പോൾ നമ്മൾ ചൊല്ലിയില്ലേ, മദീനയിലെ കാറ്റ് വീശിയപ്പോൾ 1400 കിലോമീറ്റർ അപ്പുറത്തുള്ള അലക്സാണ്ടറിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വീണതിനെയാണ് തൊട്ടു ശേഷം പറയുന്നത്. എന്താ ഹുസ്നി കരയണത്? ഇത്രമേൽ കിലോമീറ്റർ അപ്പുറത്തുള്ള കാറ്റ് വീശുമ്പോഴേക്ക് ആ അലക്സാണ്ടറുള്ള ചെറുപ്പക്കാരന് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മദീനയിൽ എത്തിയിട്ട് പോലും നമുക്ക് വരാത്തതിന്റെ കാരണം അകം ശുദ്ധിയില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അൻസ്വാരിയത്തായ ഒരു പെണ്ണ് കുളിക്കുന്നതിന്റെ കാലിന്റെ ഭാഗം കണ്ടുപോയി. ഞെട്ടി, ഹറാമല്ലേ കണ്ടത് എന്ന പേടിയുണ്ടായി. ഉടനെ മദീനയിലേക്ക് ഓടണോ അല്ല വല്ല മലയിടുക്കിലേക്കും ഓടണോ എന്ന വിചാരത്തിൽ മഹാൻ സെലക്ട് ചെയ്തു. ഞാൻ തെറ്റ് ചെയ്ത കണ്ണോടെ എങ്ങനെയാ എന്റെ തങ്ങളെ മുഖം നോക്കുക എന്ന് പേടിച്ച് ഒരു മല തേടി പുറപ്പെട്ട് ഓട്ടം തുടങ്ങി. ഒന്നല്ല രണ്ടല്ല, ഒരാഴ്ചയല്ല രണ്ടാഴ്ചയല്ല, 40 ദിവസമായി. താഴെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു, പച്ചിലകൾ തിന്നും, കിട്ടിയ ഭക്ഷണം കഴിച്ചുമുള്ള ഒരു ജീവിതം. ഇപ്പോഴും പേടിയാ, ഇപ്പോഴും കരച്ചിലാ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ ഇൻഫോം ചെയ്തു, തങ്ങളുടെ സഅലബാദ കരയുന്നു, ഒന്ന് കൊണ്ടുവരണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അയച്ചിട്ട് പറഞ്ഞു, സഅലബ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട്, നിങ്ങൾ കൊണ്ടുവരണം. ഒരു ഷെപ്പേർഡിനെയാണ് അവിടെ കണ്ടത്, ഒരാട്ടിടയനെ. ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇന്ന അടയാളങ്ങളൊക്കെ ഉള്ള. അതെ, രാത്രി കാലത്തൊന്നും ഇങ്ങനെ താഴെ ഇറങ്ങി വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. ഫുൾ ടൈം നിസ്കാരം നിർവഹിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ആട്ടിടയൻ പറഞ്ഞിടത്തേക്ക് പോയി നോക്കുമ്പോൾ സഅലബത്ത് തങ്ങൾ നിസ്കരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സൽമാൻ തങ്ങളോട് വെയിറ്റ് ചെയ്തു. നിസ്കാരം കഴിയുന്നവർക്ക് സൽമാൻ തങ്ങളും ഉമർ തങ്ങളും സഅലബത്ത് തങ്ങളുടെ കൈകുടിച്ചു. നമ്മളെ കണ്ടാൽ ഓടിപ്പോകണ്ട എന്ന വിചാരത്തിൽ സഅലബത്ത് തങ്ങൾ ആദ്യം ചോദിച്ചൊരു ചോദ്യം എന്താണ്?
ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ തങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അവരുടെ പേടി അത് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ ചോദ്യം നമ്മളോട് ചോദിച്ചു നോക്കിയേ. ഒരു ദിവസം നിബിതങ്ങൾ നമ്മളെ റൂമിൽ വന്നെന്ന് വിചാരിക്കാം. സപ്പോസ് തങ്ങൾക്കാണെങ്കിൽ എല്ലാം കണ്ടാൽ മനസ്സിലാകുന്ന ആളാണല്ലോ. ഉദാഹരണത്തിന് അബൂ ഹുറൈറ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖങ്ങൾക്ക് അർത്ഥം പറഞ്ഞു കൊടുത്ത് വിട്ട്, ഉമർന്നാൻ അർത്ഥം പറഞ്ഞു കൊടുത്ത് വിട്ട്, നിബിതങ്ങൾ പറഞ്ഞു അബൂ ഹുറൈറക്ക് അർത്ഥമൊന്നല്ല വേണ്ടത്, അബൂ ഹുറൈറക്ക് വിശക്കുന്നുണ്ടല്ലേ, എന്നിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് വീട് വരെ എത്തിയാൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നുള്ള ആഗ്രഹം ഞാൻ തരമോനെ. അപ്പൊ തങ്ങൾക്കൊരു സാധനം, ഒരാൾ, ഒരു ചുമര് കണ്ടാൽ മനസ്സിലാവും എന്താ ആഗ്രഹം, എന്താ ഉള്ള സംഭവം, എന്താണ് ഇവിടുത്തെ ഇൻസിഡൻസ് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മളെ റൂമിൽ ഒരിക്കൽ തങ്ങൾ വന്നപ്പോൾ ബെഡ്റൂമും ബെഡ്ഷീറ്റും ചുമരൊക്കെ കണ്ടാൽ തങ്ങൾക്ക് മനസ്സിലാവും ഈ ദിവസങ്ങളിലൊക്കെ ഇവൻ ഇവിടെ നിന്ന് എന്താ ചെയ്യണത്. പിന്നെ നമുക്ക് നമ്മളെ റൂമിലേക്ക് മുത്തനബിക്ക് വരാൻ തോന്നുന്ന റൂമാണോ നമ്മളെ റൂം? ആരോടും ചോദിക്കണം, നമ്മളോട് തന്നെ ചോദിക്കും. പിന്നെ ഈ വൈഫൈ കണക്ഷൻ ഉള്ള റൂമിൽ തങ്ങൾക്ക് വരാൻ തോന്നുന്ന ബെഡ്റൂമാണോ നമ്മുടെ ബെഡ്റൂം? ആണോ? എങ്കിൽ ഈ കഥ തുടരാം. സഹലബത്ത് തങ്ങളുടെ ചോദ്യം, ഞാൻ ചെയ്ത തെറ്റ് തങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതൊന്നും നമുക്കറിയില്ല. there is a call for you. നിങ്ങൾക്ക് വിളിയുണ്ട്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാന്നുള്ള ഡ്യൂട്ടി നമുക്കുള്ളത്. ആ സ്വഹാബിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരി, പക്ഷേ എൻ്റെ മുത്തനബിയുടെ നേരെ മുഖം കാണുന്ന രീതിയിൽ എന്നെ കൊണ്ടുപോകല്ലേ. ഞാൻ തെറ്റ് ചെയ്ത കണ്ണിൻ്റെ ഉടമയാണ്, എൻ്റെ തങ്ങളെ കാണാൻ എന്നെ കൊണ്ടാവില്ല. അവർ ആ കണ്ടീഷൻ അംഗീകരിച്ചു. തങ്ങൾ നിസ്കരിക്കുമ്പോൾ കൊണ്ടുപോകാം എന്ന് കരാറിലെത്തി. തങ്ങൾ നിസ്കരിക്കുമ്പോൾ പിന്നിൽ സഹലബത്ത് തങ്ങളെ നിർത്തിയിട്ട് അവരുടെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ ഓത്ത് കേട്ടപ്പോൾ ഈ തങ്ങൾക്കെതിരെയല്ലേ ഞാൻ തെറ്റ് ചെയ്തു പോയത് എന്ന് പേടിച്ചിട്ട് ഈ സ്വഹാബി ബോധം നഷ്ടപ്പെട്ട് താഴെ പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ച് സഹലബത്ത് കൂട്ടിക്കൊണ്ടുവന്നിരുന്ന നബിയെ കാണാനില്ല. കൊണ്ടുവന്നിരുന്നു ആണ്ടല്ലോ, അത് അവിടെ കിടക്കുന്നുണ്ട്. സഹലബത്ത് തങ്ങളുടെ മുഖത്ത് വെള്ളം കൊടുത്തിട്ട് ചോദിച്ചു, എന്താ സഹലബത്തെ പറ്റിയത്? നബിയെ, ഞാൻ വലിയ തെറ്റ് ചെയ്തു നബിയെ. ഒരു പെണ്ണിന്റെ കാലം അവിചാരിതമായി കണ്ടതാട്ടോ, അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നമ്പർ സേവ് ചെയ്ത് വീഡിയോ കോൾ ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ കയറി കുത്തിയതോ അല്ല പറയണത്. അവിചാരിതമായി കണ്ടുപോയ ഒരു തെറ്റിനെ അവർ മലയേക്കാൾ മുകളിൽ തെറ്റായി കാണുകയാണ് അവർ. മോനെ, ആകാശിനേക്കാൾ വലിയ തെറ്റെങ്ങാനും മോൻ ചെയ്തത് അള്ള പുറത്തേരില്ലേ? അതിനേക്കാൾ വലിയ തെറ്റെന്നെ നബി ചെയ്തത്. ഭൂമി, അതെ ഭൂമിയേക്കാൾ, അർശിനേക്കാൾ, അതെ അർശിനേക്കാൾ വലിയ തെറ്റെന്നെ നബി കണ്ടോ. ഒരു മുഅ്മിന്റെ ഈമാൻ കൂടുന്നതിനനുസരിച്ച് തെറ്റിന്റെ ഗൗരവം കൂടുന്ന, ഈമാൻ കുറയുന്നതിനനുസരിച്ച് തെറ്റിന്റെ ഗൗരവം കുറയും. മുത്തമാന്റെ മോളല്ലേ, കസിനല്ലേ, വൈഫിന്റെ അനുജത്തിയല്ലേ. ഈമാൻ കുറയുന്നതിനനുസരിച്ച് മൂക്കിന്റെ താലോട് ഈച്ച പോയ ഫീലിംഗ് തെറ്റിനുണ്ടാവുന്ന ഹദീസിൽ കാണും. എങ്ങനെ പറഞ്ഞു ഈ സ്വഹാബി കൺവിൻസ് ആകുന്നില്ല. മോനെ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തില്ലേ, അതിനേക്കാൾ വലിയ തെറ്റാണോ ചെയ്തത്? തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ സഹലബത്ത് തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ന്യൂസ് വന്നു, സഹലബത്ത് തങ്ങൾ ബോധമില്ല, രോഗം മൂർച്ഛിച്ചിട്ടുണ്ട്. തങ്ങൾ സ്വഹാബത്തിന് കൂട്ടിപ്പോയി. അപ്പം തീരെ ബോധമില്ല. തങ്ങൾ മെല്ലെ അവിടെ ഇരുന്നിട്ട് സഹലബത്ത് തങ്ങളുടെ തല ഉയർത്തിയിട്ട് തങ്ങളെ മടിയിൽ വെച്ചു. എന്നിട്ട് വെള്ളം എടുത്ത് കൊടുത്തു. സഹലബത്ത് തങ്ങൾ ആദ്യം കാണുന്നത് തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖമാണ് കാണുന്നത്. കണ്ട ഉടനെ ഈ സഹാബി എന്താ ചെയ്യുന്നത്? തൻ്റെ തല കിട്ടിയ ശക്തിയിൽ ഉയർത്തിയിട്ട് നിലത്തേക്കിട്ടു. തങ്ങളുടെ മടിയിൽ നിന്ന് നിലത്തേക്കിട്ടു. അല്ല സഹലബത്തെ, മോനെന്താ ചെയ്യണത്? എൻ്റെ മടിത്തട്ടിൽ എല്ലാവരും കിടക്കാനും ഇരിക്കാനും ഇഷ്ടപ്പെടില്ല. മോനെന്താ ചെയ്യുന്നത്? നബിയെ, ഈ തമ്മാടിയുടെ തല തങ്ങൾ മടിയിൽ വെക്കണ്ട നബിയെ. തങ്ങളെ മടിത്തട്ടെന്ന് പറഞ്ഞ ഷറഫാക്കപ്പെട്ട മടിത്തട്ടല്ലോ. ഈ ഹറാം കണ്ട തമ്മാടിയുടെ തല തങ്ങളെ മടിയിൽ വെക്കണ്ട നബിയെ. എൻ്റെ തല അതിന് പറ്റൂല നബിയെ. എൻ്റെ സഹലബത്തെ, മോനിക്ക് എന്താ വേണ്ടത്? മോനിക്കിപ്പോൾ എന്താകുന്നത്? എൻ്റെ തല മുതൽ കാല് വരെ ആണിയടിക്കുന്ന വേദന ഉണ്ട് നബിയെ. എൻ്റെ പൊന്നുമോനെ, മോനിക്കെന്താ വേണ്ടത്? എനിക്ക് മരിക്കുകയാണ് വേണ്ടത് നബിയെ. ആ സ്വഹാബി അതും പറഞ്ഞു വഫാത്താവോളം, അകം ശുദ്ധിയാവാത്ത കാലത്തോളം ഈ ത്വാഹിറായ മുതഹിറായ തങ്ങളെ
നമ്മളെങ്ങനെയാ സ്നേഹിക്കുക? കൂട്ടുകാരെ, മഹബ്ബ കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടാവണം. ഇനി എൻ്റെ നബിക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യൂല, ആ തീരുമാനത്തിലേക്ക് എത്തും. എന്നിട്ട് മുഹിബ്ബുകളുടെ ലോകത്തേക്ക് നമ്മൾ എത്തണം. മുഹിബ്ബുകൾ സ്വലാത്തിന്റെ പെരുമഴ റൗളയിൽ ഇങ്ങനെ പെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഉറങ്ങാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, ഉറങ്ങുന്ന ആൾ അലി റളിയല്ലാഹു അൻഹു ആണ്. അന്ന് സുബഹിനെ നേരത്തെ ഉണരണം എന്ന വിചാരത്തിൽ പള്ളിയിൽ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. കാണുന്ന സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെയാണ് സ്വപ്നം കാണുന്നത്. നബി തങ്ങളുടെ കാലത്തെ സ്വപ്നം കാണുന്നു. നബി തങ്ങൾ സുബ്ഹ് നിസ്കാരത്തിൽ ഇമാമക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അലി റളിയല്ലാഹു പിരിഞ്ഞു പോകുന്നു. ആ പിരിഞ്ഞു പോകുമ്പോൾ പള്ളിയുടെ പുറത്തുനിന്ന് ഒരു സ്ത്രീ ഒരു കൊട്ട ഈത്തപ്പഴം കൊടുത്തിട്ട് പറയുന്നു, ഇത് നബി തങ്ങൾക്ക് കൊടുക്കണേ, സ്വപ്നമാണ് കഥ. ഇത് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അലി റളിയല്ലാഹു കൊണ്ടുകൊടുത്തു. അലി റളിയല്ലാഹുവിന്റെ വായിൽ കിട്ടിയ ഉടനെ ഒരു ഈത്തപ്പഴം നബി തങ്ങൾ ഇട്ടുകൊടുത്തു. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ എന്തെല്ലാം തരം ഈത്തപ്പഴം ആസ്വദിച്ചാളാണ്, പക്ഷെ ഇത്ര ടേസ്റ്റ്, ഇത്ര അത്യമായ, ഇത്ര ഫ്രൂട്ട്ഫുള്ളായ ടേസ്റ്റിയായ ഒരു ഈത്തപ്പഴം ഞാൻ കഴിച്ചിട്ടില്ല. രണ്ടാമത് തങ്ങളോട് ചോദിക്കാൻ ഞാൻ മുതിരുമ്പോൾ എൻ്റെ സ്വപ്നം തീർന്നുപോയി, ഉറക്കം ഞെട്ടിപ്പോയി. അതിൻ്റെതായ ഒരു നിരാശയും കിട്ടിയ സന്തോഷവും മിക്സഡാണ് എൻ്റെ മൈൻഡിലുള്ളത്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. സുബഹി നിസ്കാരത്തിന് അന്നത്തെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് നേതൃത്വമൊക്കെ നൽകി. നമ്മളൊക്കെ മഅ്മൂമീങ്ങളായി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഒരു കൊട്ട ഈത്തപ്പഴവുമായിട്ട് നിൽക്കുന്നു. ഇന്നലത്തെ സ്വപ്നമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ, ആരോടും പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? ഇത് ഖലീഫ ഉമർ തങ്ങൾക്ക് കൊടുക്കുമെന്നാണ് ഈ പെണ്ണുങ്ങൾ ചോദിക്കുന്നത്. അത് വാങ്ങി അലി റളിയല്ലാഹു നേരെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുകൊടുത്തു. ഉമർ റളിയല്ലാഹു ഒരു ഈത്തപ്പഴത്തിൽ അലി റളിയല്ലാഹു വായിൽ വെച്ചു. ഇന്നലത്തെ അതേ ടേസ്റ്റ്. ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്നലെ ഒന്ന് കിട്ടിയതിൽ രണ്ടാമത്തെ കിട്ടാത്തതിൽ ഒരു വിഷമമുണ്ടായിരുന്നു. അത് പരിഹരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനോട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു റിക്വസ്റ്റ് ചെയ്തു, ഉമറങ്ങളെ എനിക്ക് എന്നുകൂടി തരാമോ എന്ന് ചോദിച്ചു. അന്നേരം ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒന്ന് പോരെ. ഇന്നലെ മുത്തുനബി ഒന്നില്ല തന്നിട്ടുള്ളൂ. അതെങ്ങനെ ഉമർ റളിയല്ലാഹു നിങ്ങളെങ്ങനെയാണുള്ളത്? ഞാൻ കണ്ടത് എന്താ ചോദിക്കുന്നത്? നമ്മളൊരു ടീമല്ല മോനെ, ആ ടീമിലാണ് നമ്മൾ പെടേണ്ടത്. ആ ടീമിൽ പെടണമെങ്കിൽ ത്വാഹിറായ മുത്തുനബിയുടെ കൈ തൊടണമെങ്കിൽ ഈ വിരലുകൾക്ക് ഹറാമിന്റെ കഥ പറയാനില്ലാത്ത വിരലുകളാണ്. അത് ഈ മഹബ്ബ കോൺഫറൻസിന്റെ ഒരു തീരുമാനമായിരിക്കും. നമ്മളോട് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ നമ്മളോട് തന്നെ മത്സരിക്കണം. തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു ജീവിതത്തെ വാർത്തെടുക്കണം. അതാണ് നമുക്ക് ഈ മഹബ്ബ നൽകേണ്ട ഒരു മഹബ്ബത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.